ഹായ് ഹലോ നമസ്കാരം. നൈനിറ്റാൾ മലയിറങ്ങിയതിന് ശേഷം ഒരു ടെമ്പോ ട്രാവലർ നിറച്ച ആൾക്കാർ അടുത്തത് പോകുന്നത് നമ്മുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ നമുക്ക് കാടും കാണാം, എന്താ പറയുക, മൃഗങ്ങളെയും കാണാം. അപ്പോൾ വെൽക്കം ടു പുളിയിഞ്ചി. ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ചിക്കൻ മായാതെ ഓർമ്മകൾ നൽകിയ യാത്ര ഇന്നീ നൈനിട്ടാൽ യാത്ര ചിറക് വിടർത്തി പറന്ന് നമ്മൾ ഇവിടെ മലമടക്കുകൾ ജിം കോർബറ്റ് പാർക്കിലെത്തിയ നമ്മൾ അതിൽ എൻട്രി ചെയ്യണം. അപ്പം നേരം പരപരാന്ന് വെളുത്തപ്പോഴേക്ക് നമ്മുടെ ജിപ്സി എല്ലാം വന്നു. എല്ലാവരും റെഡിയായി നമ്മുടെ ജിപ്സിയിലെല്ലാം കയറിയിരുന്നു. ഒരു 4-5 ജിപ്സി ഉണ്ട്. അപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ജിം കോർബറ്റ് പാർക്കിലേക്ക് എൻട്രി ചെയ്യണം. ജംഗിൾ സഫാരിയാണ് സംഭവം. എല്ലാവരും വിട്ടു, ഓരോ വണ്ടിയായിട്ട് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എൻട്രി ഗേറ്റാണ്. ഇപ്പോൾ എൻട്രി ഗേറ്റിൽ എല്ലാവരും നമ്മുടെ ഐഡിയ എല്ലാം കാണിച്ച് നമ്മുടെ ടിക്കറ്റെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. അപ്പോൾ എൻട്രി ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. Hai 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 hai. ഒരു സ്ഥലത്ത് പിന്നെ റിയൽ ലൈനിന്റെ എല്ലാം കാണാൻ നല്ല ഇഷ്ടപ്പെടും. നിങ്ങളെ വിടൂല. ഞാൻ കണ്ടനിടുമ്പോ വരൂലേ. അപ്പോൾ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രീഫിംഗ് ഇതിനോട് ആൾ വരുന്നുണ്ട്. അയാൾ കാര്യങ്ങൾ പറഞ്ഞു. मोबाइल और पर्स अंदर की साइड को रखना, बाहर को कोई सामान वगैरह मत रखना. आगे जाके पंपिंग रोड आता है, निकल जाता है, नेटवर्क की दिक्कत रहती है. ठीक है. और नीचे कुछ नहीं फेंकना है, रैपर वगैरह बॉटल वगैरह कुछ नहीं फेंकना है. ठीक है. और जंगल में कहीं उतरना नहीं है. ठीक है. लेफ्ट राइट वॉच करना है. ठीक है. कहीं पर भी कोई सा भी. അപ്പോൾ വണ്ടി കയറുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മുടെ മൊബൈൽ, പേഴ്സ് അല്ലെങ്കിൽ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം. ഒന്നും പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പിടിച്ച് നിൽക്കാൻ പാടില്ല. കാരണം മൃഗങ്ങൾ വരുന്ന വഴിയാണ്. അപ്പോൾ പെട്ടെന്ന് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മൊബൈലൊക്കെ വീണ് പോകാനും നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവർ തന്ന വാണിംഗ് ആദ്യം തന്നെ. कौन सा एनिमल्स कब कहाँ मिल जाएगा सर, है ना. तो जंगल में हम फॉलो करते हैं तो बदमाश है, जैसे टाइगर बदमाश है, एलिफेंट के बदमाश को देख के फॉलो करते हैं. नहीं पर फॉलो कर होती तो टाइगर के वेट कर लेते हैं. एलिफेंट कभी ग्रास लैंड में मिल जाते हैं, कभी डेंस फॉरेस्ट में अगर निकल गए तो एकदम दिखते नहीं, ओपन में आ जाते हैं तभी दिख पाते हैं. माइग्रेट बहुत करता है. നമ്മൾ ശരിക്കുള്ള ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല. നമ്മളൊരു ഗേറ്റ് കടന്നിട്ടുള്ളൂ. സൈഡിൽ കാണുന്നത് നോർമൽ ഏരിയ ആണ്. ഇതുവഴി കടന്നു പോയിട്ട് നമ്മൾ ഗേറ്റ് കയറാറുണ്ട്. ആ ഗേറ്റ് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിനായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻട്രി ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ഗൈഡ് പുള്ളി പറഞ്ഞ വേറെ കാര്യം എന്ന് വെച്ചാൽ ഏത് ആനിമലിനെയാണെന്ന് നമ്മൾ എവിടെ എപ്പോൾ കാണുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റൂൾ വെച്ചിട്ടാണ്. കാരണം ആനേൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് ആന ഇതുവഴി പോയിട്ടുണ്ടാവും. ഈ സമയത്ത് ആന കാണുമായിരിക്കും. അതുപോലെ പുലി, സിംഹം, കടുവ, അങ്ങനെ ഓരോന്നിൻ്റെയും
ശരിക്കും ഇത് കടുവേൻ്റെ ആണ്. നാഷണൽ പാർക്ക് ആക്ച്വലി കടുവയുടെ ഇതായിട്ടാണ് പറയുന്നത്, ബംഗാൾ ടൈഗേഴ്സിൻ്റെ ഇതാണ് പറയുന്നത് ഇവിടെ. അപ്പം കാണുമായിരിക്കും, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഏരിയയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗസ് വെച്ചിട്ടാണ്, വൈൽഡ് ഗസ് വെച്ചിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും കാണാം, എപ്പോൾ വേണമെങ്കിലും കാണാം. ഇവിടെ നോർമലി ഓപ്പൺ ജിപ്സിയാണ് എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവിടെ. Welcome to the world of Puli NG. Let's see the wonders of Nainital. With Sanvi Khan and Sridivya. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് അല്ലെങ്കിൽ മാൻ കൂട്ടത്തിനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കോർണറിലായിട്ട് അവിടെ ഇവിടെ ആയിട്ട് അത് ഒരുപാടുണ്ട്. ഒരുപാട് അടിപൊളി മാൻ കൂട്ടം എന്താ നിങ്ങൾക്ക് അവിടെ ശരിക്കും കാണാൻ പറ്റും. മാൻ കൂട്ടം ഒരുപാടുണ്ട്. പിന്നെ ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ മാന ഇപ്പോൾ എന്തായാലും കണ്ടു. ഇനി മുന്നോട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് എന്താ എവിടെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. കാരണം ഇഷ്ടം പോലെ മാൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. स्पॉटेड डियर है, ये डियर है स्पॉटेड। इस साइड में स्पॉट है बहुत सारे। ये देखो सामने അടിപൊളി. ഇത് ലെഫ്റ്റ് मेल डियर, एंटीलर वाले मेल डियर, विदाउट एंटीलर फीमेल डियर। चले हां चलो വയനാട് चलिए शॉर्ट साइड है। उधर भी डियर देखो, ये सब डियर है, उधर पीछे भी है, ये भी है आगे। स्पॉटेड ये झरना जोन आ गया सर, झरना जोन स्टार्ट हो गया। गेट आगे एंट्री करेंगे हम यहाँ पर, फिर आगे बढ़ेंगे। अब 5-10 मिनट लगेंगे सर एंट्री करने में। अगर किसी को ना അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ആ ഒരു ഗേറ്റ് നേരത്തെ കണ്ടൊരു ഗേറ്റാണ്. അപ്പോൾ ഒരുപാട് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം, നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് മൃഗത്തിനാണ് എവിടെയാണെന്ന് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഏരിയ ആണ്, അവിടെ കുറച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ടൈപ്പ് ഏരിയ ആണ്. ഇത് ശരിക്കും വൈൽഡ്. നമ്മൾ ആ ഗേറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കുറച്ചും കൂടി ഡീപ്പായ വൈൽഡ് ഏരിയ ആണ് ഇതൊക്കെ. ഇവിടെയാണ് ചിലപ്പോൾ കൂടുതലായിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റുകയെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ പ്രോപ്പർ റോഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ കുറച്ച് ഷെയ്ക്കി ആയിരിക്കും. കാരണം റോഡ് ഒരു അൺഈവൻ റോഡാണ്, പ്രോപ്പറായിട്ടുള്ള റോഡല്ല. അതായത് എപ്പോഴും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ഥിരം ഡെയിലി ഇങ്ങനെ വണ്ടി പോയി അങ്ങനെ റോഡായതാണ്. ഇവർ ഡെയിലി ഇവർക്ക് 2-3 ട്രിപ്പ് കാണും ഷെഡ്യൂൾ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു താറിടാത്തൊരു ടൈപ്പ് റോഡാണ് ഈ ഏരിയ മൊത്തം ഉള്ളത്. ഏത് മൃഗത്തിനെ എപ്പോഴും കാണും എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ലെഫ്റ്റ് റൈറ്റ് നോക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് അയാൾ പറയുന്നുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്കൊന്നും ശരിക്കും ഇവിടുന്ന് കാണുന്നില്ല. കാരണം എവിടെയാണ് എന്താ നമുക്ക് ഐഡിയ കിട്ടുന്നില്ല. കാരണം വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്ന് വെച്ചാൽ ഒരു യാത്ര എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതുവരെ കേട്ടോ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ നമ്മൾ യാത്ര ചെയ്തതിൽ ജസ്റ്റ് ഒരു വണ്ടിയിൽ പോകുന്നു, കുറച്ച് മാനിനെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് കാണാൻ ഇതുവരെ, അതായത് ഈ ഒരു സ്പോട്ട് എത്തുന്നവരെ നമ്മളൊന്നും കണ്ടിട്ടില്ല. ചില മുന്നോട്ട് കുറച്ചും കൂടി പോകുമ്പോൾ ഒരു പക്ഷേ അവർ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുമായിരിക്കും.
നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വേറെ വേറെ ജിപ്സിയിൽ അത് മുന്നിലും ബാക്കിലായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവരോട് ചോദിക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കാരണം ആരാന്ന് എവിടെയാണ് കണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ടീം ഫ്രണ്ടിൽ പോകുന്നുണ്ട്, വേറെ ടീം ബാക്കിലുണ്ട്, പിന്നെ വേറെ ടീം മുന്നിൽ ഓൾറെഡി പോയി. ഇവിടെ മൊത്തം കരിവേപ്പിലയാണ്. ഈ സൈഡിൽ കാണുന്നത് തേച്ച് നല്ല കാട്ടിലെ കരിവേപ്പിലേൻ്റെ മര. പക്ഷെ ഇറങ്ങാനോ പൊട്ടിക്കാനോ പറിക്കാനോ പറ്റില്ല. കാരണം നമ്മൾ പറിക്കാൻ മുമ്പായിരിക്കും വേണമെങ്കിൽ പുലിയോ കടുവോ വന്ന് വീഴുക. നമ്മളെ കൂടിയിൽ ഗൈഡ് ചങ്ങായി മരം നോക്ക്, കാട് നോക്ക്, നല്ല ഡെൻസ് കാടാണ്, ആ മരം കണ്ടോ ഈ മരം കണ്ടോ എന്നൊക്കെ പറയുന്നതല്ലാണ്ട് നമ്മളെ മാന്യല്ലാതെ വേറെ മൃഗത്തിനെ പുള്ളിക്കാരൻ കാണിച്ചു തന്നില്ല ഇതുവരെ. പക്ഷേ കൂടിയുള്ള കുട്ടികളെല്ലാവരും മാനിനെ കണ്ടു, അടുത്ത് ഒരുപാട് മാനെ കണ്ടു, മാൻ കൂട്ടത്തിനെ കണ്ടു. അതൊക്കെ ശരിയാണ്. ഈ ആളീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാട് കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളി കാടാണ്, മറ്റേതാണ് മറിച്ചേതാണ്. ഇപ്പോഴും നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും മൃഗത്തിനെ കാണുന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. ഈ വീഡിയോ നല്ല ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അടുത്തൊരു പാട്ടും കൂടി കാണും. കാരണം ഫുൾ കാട് നമ്മൾ കാണിക്കാനുണ്ട്. അടുത്ത പാട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പുലിയനെയോ സിംഹത്തിനെയോ കടുവേനെയോ കാണുന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ നമ്മൾ ജിപ്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നൈനിറ്റാൾ അല്ലെങ്കിൽ ജിം കോർബറ്റ് യാത്രേൻ്റെ അവസാന വീഡിയോ ഒന്നും കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഈ പാർക്ക് എൻഡ് ചെയ്യുന്നത് കൺക്ലൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്ത പാട്ടിൽ കാണാം. മായാതെ ഓർമ്മകൾ നൽകിയ യാത്ര, ഇന്നീ നൈനിറ്റാൾ യാത്ര, ചിരക് വിട